നിങ്ങൾ വിദേശത്തിൽ പോയി പഠിക്കാൻ നോക്കുന്ന ഒരാളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ UK ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ബിക്കോസ് മറ്റ് കൺട്രീസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ UK ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UK ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ മൈസെൽഫ് മൗസിക, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. UK-യിൽ പോയി പഠിക്കാൻ ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിനെ ആദ്യം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നു. കൗൺസിലിങ്ങിന് ശേഷം ആ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, UG ഡിഗ്രി സർട്ടിഫിക്കറ്റ്, LOR, SOP ആൻഡ് MOI സർട്ടിഫിക്കറ്റ്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ അനുസരിച്ചുള്ള കോഴ്സും യൂണിവേഴ്സിറ്റിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് പ്രിഫർ ചെയ്യുന്ന കോഴ്സും യൂണിവേഴ്സിറ്റിയും നമ്മൾ അപ്ലൈ ചെയ്ത് തരും. അതേപോലെ ഓഫർ ലെറ്ററും നമ്മൾ വാങ്ങിക്കൊടുക്കും. ഓഫർ ലെറ്റർ നിങ്ങൾക്ക് അൺകണ്ടീഷൻ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടീഷൻ ആണെങ്കിൽ അതിൽ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, പേയ്മെൻറ്റ് ആയിക്കോട്ടെ, നമ്മളത് ഫുൾഫിൽ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് തരും. ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ എല്ലാ സ്റ്റുഡൻറ്റ് സ്റ്റക്കാണ് അവിടെയാണ്. സോ ആ സമയത്തിൽ നമ്മൾ ലോൺസൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരണം. അതിനുശേഷം ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ, ഒരു ചില യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് നമ്മൾ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഉണ്ടാകത്തുള്ളൂ. സോ അതിനുശേഷം നമ്മൾ ക്യാഷ് റിക്വസ്റ്റ് തരുന്നു. ക്യാഷ് റിക്വസ്റ്റിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് വിസ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. വൺസ് നിങ്ങൾ വിസ പ്രോസസ്സ് UK സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് UK-യിൽ വിസ ഇൻ്റർവ്യൂ ഉണ്ടാവത്തില്ല. ഇതാണ് ബേസിക് UK application process. To know more about UK application, comment down below. If you are looking to study in UK, contact Whatapp.